ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് മെഹന്തി ഡിസൈൻസ് തന്നെയാണ് കാണിക്കുന്നത്. പെരുന്നാളൊക്കെ അടുത്തുകൊണ്ട് തന്നെ ഡിസൈൻസൊക്കെ ഒരുമിച്ച് തന്നെ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒത്തിരി പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള 2 ലൈനുകൾ തമ്മിലൊന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുക. അതിനുശേഷം മുകളിലെ ലൈനിലും താഴത്തെ ലൈനിലും ഹംസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈയിൻ്റെ താഴ്ഭാഗത്തോട്ടായിട്ട് പോകുന്ന രീതിയിൽ തല തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് ലീവ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടൈപ്പ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു കുഞ്ഞ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ എൻഡിലായിട്ടിട്ട് ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലീവ്സൊക്കെ കട്ടി കൂട്ടി വരച്ചു കൊടുത്ത ശേഷം താഴ്ഭാഗത്ത് വരച്ചെടുത്തിട്ടുള്ള ഹംസിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുകളിൽ വരച്ചെടുത്ത ഹംസിന് മുകളിലും ഇതുപോലൊന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മുകളിലോട്ട് പോകുന്ന രീതിയിൽ ഇതുപോലെ കർവ് വരുന്ന ലൈൻസ് പല വലിപ്പത്തിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി വരച്ചെടുത്ത ലൈനിൽ ലീവ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 1 or 2 ലീവ്സ് കൂടുമ്പോൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ലൈനിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിൻ്റെ മുകളിലായിട്ട് 4 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്ലവർ വരച്ചു കൊടുക്കുമ്പോൾ ലൈനിൽ ഇത്തിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഒരു ലൈനിൻ്റെ അടുത്തൊരു സൈഡിലും ഇതുപോലെ തന്നെ ലീവ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബാക്കി വരുന്ന എല്ലാ ലൈൻസിലും ലീവ്സും ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഡിസൈൻ്റെ ഉള്ളിലൂടെ വരുന്ന രീതിയിൽ ഫിംഗറിലോട്ടായിട്ട് ഇതുപോലെ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഡോട്ട്സ് ഒന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഫിംഗറിലായിട്ട് ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 4 ലൈൻസ് ഒന്ന് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ കൊടുത്ത ലൈനുകൾ തമ്മിലൊന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ലൈനിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡോട്ട്സ് ഒന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി താഴത്തെ ലൈനിൽ ഹംസ് വരച്ച് കൊടുത്തിട്ട് ലീവ്സ് നേരത്തെ വരച്ച പോലെ തന്നെ താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അടുത്തൊരു ഫിംഗറിലും ഇതുപോലെ തന്നെ 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. സെൻറ്റർ ഭാഗത്തെ ലൈൻ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക. മുകളിലും താഴെ ഹംസ് വരച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോട്ട്സും ലീവ്സൊക്കെ ഒന്ന് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള 2 ഫിംഗേഴ്സിലും ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാതെ ലൈൻസും ഹംസും ഡോട്ട്സും മാത്രം ഒന്ന് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 സ്പൈറൽസ് അടുപ്പിച്ചടുപ്പിച്ച് വരച്ച ശേഷം വീണ്ടും ഒരു സ്പൈറൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 4 സ്പൈറൽസ് ഒരുമിച്ച് തന്നെ വരച്ചെടുക്കുക. അതിനുശേഷം എല്ലാ സ്പൈറൽസിൻ്റെ മുകളിലും ഇതുപോലൊന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ താഴെ ഇതുപോലെ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് 2 കർവ് വരുന്ന ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. 2 സൈഡിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ 2 ലൈൻസും ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ഒരു ലൈനിൽ 2 സൈഡിലും ഇതുപോലെ ഒന്ന് ലീവ്സ് മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കർവ് വരുന്ന രണ്ടാമത്തെ ലൈനിൻ്റെ മുകളിലായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഡോട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി താഴെ കൊടുത്തിട്ടുള്ള ലൈനിലും ഇതുപോലെ തന്നെ ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി താഴ്ഭാഗത്ത് ഇതുപോലെ തന്നെ ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു സൈഡിലോട്ടായിട്ട് ഒരു കർവ് വരുന്ന ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിലൊന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ മാത്രം വരച്ച് കൊടുത്തിട്ട് അതിൽ ഡോട്ട്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്തത്. ആ ഒരു ഡോട്ട്സ് ഇട്ടതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ആ ഒരു ലൈനിൽ ഇതുപോലൊരു ലീഫ് കൂടെ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കൈയിൻ്റെ അടുത്തൊരു സൈഡിലും ഇതുപോലെ 4 സ്പൈറൽസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ഇതുപോലെ ഫിംഗറിലോട്ടായിട്ട് 2 കർവ് വരുന്ന ലൈനുകളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ലൈനിൽ ഡോട്ട്സ് കൂടെ ഒന്നിട്ടിട്ട് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നും സിമ്പിളായി തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് ഡിസൈൻസാണ് വരച്ചെടുക്കുന്നത്. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടാവും. അതുപോലെ തന്നെ ഡിസൈൻസ് വരച്ചെടുക്കാനൊന്നും അറിയാത്തവർക്കും എളുപ്പത്തിൽ തന്നെ വരച്ചെടുക്കാൻ പറ്റിയ സിമ്പിൾ ഡിസൈൻസാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. വീട് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇപ്പോൾ തന്നെ ഒത്തിരി തവണ ഡിലീറ്റ് ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ഡിസൈൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഫ്ലവേഴ്സിലോട്ട് വരുന്ന രീതിയിൽ 3 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ലൈൻസിലൊക്കെ ഗ്യാപ്പിട്ടിട്ട് വലിയ ഡോട്ട്സും ചെറിയ ഡോട്ട്സൊക്കെ ആയിട്ട് ഒന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നാലാമത്തെ ഫിംഗറിലായിട്ട് 4 ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. അതിൽ ഉൾഭാഗത്ത് വരുന്ന 2 ലൈൻസുകൾ മാത്രം ഒന്ന് കട്ടികൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തതായിട്ട് വരച്ചെടുക്കുന്നത് സിമ്പിളായി തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. ആ ഒരു ഡിസൈൻ കൈൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്നത്. 2 സൈഡിലും ഒരുപോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റും. ഏത് ഷേപ്പിലാണോ ഡിസൈൻ വേണ്ടത് ആ ഷേപ്പിലൊന്ന് ആദ്യം ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് സ്പൈറൽസ് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരേ ലൈനിലല്ലാതെ നിൽക്കുന്ന രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് 2 സൈഡിലോട്ടൊക്കെ വരുന്ന രീതിയിലായിട്ട് സ്പൈറൽസ് ഒന്ന് വരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആക്കിയെടുക്കുക. ഇങ്ങനെ ഈ ഒരു ലൈനിൽ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈന് കൈയിൻ്റെ ഉൾഭാഗത്തല്ലാതെ ഫിംഗറിലോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ സ്പൈറൽസ് വരച്ചിട്ടൊന്ന് ഫ്ലവേഴ്സ് ആക്കി എടുത്താൽ മതി. അതിനുശേഷം ഈ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മുകൾ ഭാഗത്ത് വരുന്ന ഫിംഗറിലോട്ട് പോകുന്ന സ്പേസിലൊക്കെ ഇതുപോലെ കർവ് വരുന്ന ലൈനുകൾ ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും 2 സൈഡിലോട്ടായിട്ട് കർവുകൾ വരുന്ന രീതിയിൽ ലൈൻസൊക്കെ ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എല്ലാ ഷേപ്പുകളുടെ ഉൾഭാഗത്തായിട്ടും ഇതുപോലെ തന്നെ വലിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ഷേപ്പുകളിലും ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം ഈ വരച്ചെടുത്ത ലൈനുകളിലൊക്കെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ഗ്യാപ്പിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പിച്ചിട്ട് ലീവ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഇതുപോലെ എല്ലാ ഫിംഗേഴ്സിലും അതുപോലെ തന്നെ കയ്യിൽ വരുന്ന സ്പേസിലും ഒക്കെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സിംഗിൾ ലീവ്സ് വരക്കുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ ലീവ്സ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഡിസൈൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്തൊരു സൈഡിലും ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു 3 വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈൻസിൽ ഡോട്ട്സ് എന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത ലൈനിൽ ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് താഴോട്ടായിട്ട് വീണ്ടും ഒരു ലൈൻ കൂടെ വരച്ചെടുത്തിട്ട് അതിൽ ഇതുപോലൊന്ന് ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. അതിന് പകരം സ്റ്റാറോ അല്ലെങ്കിൽ 3 ഒക്കെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു വരച്ചെടുത്ത ലൈനിൽ ഇതുപോലൊന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സൈഡിലും ഇതുപോലെ ഒരു ലൈന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലും 3 വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈനിൽ 4 ഡോട്ട്സ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ഡോട്ട്സിൽ നിന്നും മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് മുകൾ ഭാഗത്തും താഴെ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. ഇനി 3ൻ്റെ താഴോട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു സ്റ്റാർ വരച്ചു കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്തതിന് താഴെ ഒരു കുഞ്ഞു സ്റ്റാർ കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഈ ലൈനുകളുടെ ഒക്കെ ഗ്യാപ്പിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൈറിൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി പെറ്റൽസ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് കുഞ്ഞു കുഞ്ഞു ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ 2 ലൈനുകൾ തമ്മിലും ഒന്ന് കൂട്ടിമുട്ടിച്ചിട്ട് ഇതുപോലെ വരുന്ന ഒരു പെറ്റലാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത ശേഷം അതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുക. ഒരു ലെയർ ഹംസ് വരച്ചെടുത്ത ശേഷം അടുത്തൊരു ലെയർ ഹംസ് കൂടെ വരച്ചെടുക്കുക. ഇനി ഫ്ലവറിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ കൈയിൻ്റെ സൈഡിലോട്ടായിട്ട് 4 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് കൊടുത്ത ലൈനുകൾ തമ്മിൽ ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റിൽ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി താഴെ ഹംസ് വെച്ച് വരച്ച ഫ്ലവറിനോട് ചേർന്ന് തന്നെ അടുത്തൊരു സ്പൈറൽ വരച്ചെടുത്തിട്ട് അതിന് മുകളിലും ഇതുപോലെ തന്നെ 2 ലെയർ ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ മുകളിൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പെറ്റൽസിനുള്ളിലൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ വരച്ച ഫ്ലവേഴ്സിൻ്റെ സൈഡിലായിട്ട് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഈ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലായിട്ട് ഫ്ലവറിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്പൈറൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു ഫ്ലവറും ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു 2 ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റാ വരുന്നൊരു ഷേപ്പ് ഇത്തിരി കട്ടിയിൽ തന്നെ വരച്ചെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുക. ഇനി സൈഡിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പൈറൽ വരച്ചിട്ട് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ അടുത്തൊരു ഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി തൊട്ട് മുന്നേ വരച്ചെടുത്ത ഹംസിന് മുകളിലും ഇതുപോലെ തന്നെ ഒന്ന് പെറ്റൽസ് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലവറിനും നേരത്തെ വരച്ച ഫ്ലവറിനും സൈഡിലോട്ടായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വീണ്ടും ഒരു റാ ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനൊരു ലെയർ കൂടെ ലൈൻ വരച്ചു കൊടുത്ത ശേഷം ഉൾഭാഗത്ത് ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ലൈൻസ് വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക. ഇനി രണ്ടാമത് വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിൽ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 2 ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. 2 ലെയർ വരുന്ന ഹംസ് വരച്ചു കൊടുക്കുക. വീണ്ടും ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 ഫ്ലവേഴ്സിൻ്റെ ജോയിൻറ്റിൽ നിന്ന് സൈഡിലോട്ടായിട്ട് ഇതുപോലെ 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു 2 ലൈനിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലായിട്ട് റാ ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് കട്ടി കൂട്ടിയിട്ട് വീണ്ടും ഒന്ന് വരച്ചെടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് ഒരു ലെയർ കൂടെ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലൈനിന് മുകളിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അതിന് ഒരു ലെയർ കൂടെ ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ട് പുറത്ത് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉൾഭാഗത്തായിട്ട് ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ട് പുറത്തായിട്ട് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ലൈനിൽ മുഴുവനായിട്ട് ഫ്ലവേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ ഒന്ന് 3 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ചെറിയ ഫിംഗറിലോട്ട് എത്തുമ്പോൾ 5 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫിംഗർ തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് അതിന് ഒരു ലെയർ കൂടെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ലെയർ കൂടെ ഹംസ് വരച്ചു കൊടുക്കുക. നേരത്തെ വരച്ചെടുത്ത അതേപോലത്തെ ഫ്ലവർ തന്നെയാണ് ഇവിടെയും വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഹംസിന് മുകളിലൊക്കെ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു സ്പൈറൽ വരച്ചിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 3 ഫ്ലവേഴ്സ് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ആ ഒരു സൈഡിൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിനോട് ചേർന്നിട്ട് ഇതുപോലെ 2 റിങ്സ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തള്ളവിരലിലോട്ട് പോകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ലീവ്സ് വരച്ചു കൊടുക്കുക. 1-2 ലീവ്സ് കൂടുമ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് ഒരു ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ഫിംഗറിൽ ഫുള്ളായിട്ട് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഫിംഗറിൽ വീണ്ടും ഒരു സർക്കിൾ വരച്ചെടുക്കുക. അതിന് ചുറ്റിലും ഒരു ലെയർ കൂടെ വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു വരച്ചെടുത്ത ഷേപ്പിനുള്ളിലായിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ലൈനിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചു കൊടുത്തിട്ട് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലായിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ ഈ ഒരു ഫ്ലവേഴ്സ് 3 വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി താഴെ കൊടുത്ത ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഫിംഗറിലായിട്ട് ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെരിഞ്ഞ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ഓരോ ലൈനിൻ്റെ മുകളിലും ഇടവിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ഫിംഗറിൽ ഒരു കുഞ്ഞു കർവ് വരുന്ന ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് 2 സൈഡിലും ഇതുപോലെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ലീവ്സ് കഴിയുമ്പോഴും ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ഒരു ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിഡിൽ ഫിംഗറിൽ ഇതുപോലെ ഗ്യാപ്പിട്ട് 3 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി സെൻറ്റർ ഭാഗത്ത് കൊടുത്ത ലൈനിൽ ഇതുപോലെ സൈഡിലോട്ട് 3 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡിലും ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അടുത്തൊരു ഫിംഗറിൽ 3 ലൈൻസ് വീണ്ടും ഒന്ന് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും കൊടുത്ത ലൈൻസ് ഒന്ന് കട്ടിക്കൂട്ടി വരച്ചു കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തെ ലൈനിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തൊരു ഫിംഗറിലും 3 ലൈൻസ് വരച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലെ ലൈനിലും താഴത്തെ ലൈനിലും ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് സെൻറ്ററിലുള്ള ലൈനിൽ ഒരു ഡോട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫിംഗറിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും ലൈനിൻ്റെ വലിപ്പം ഇത്തിരി കൂട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു മൂൺ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന സ്പേസിൽ ഒരു ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഫിംഗറിലും ഇതുപോലെ തന്നെ താഴോട്ടായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് സ്റ്റാറും ബാക്കി സ്പേസിൽ ഡോട്ട്സും ഇട്ട് കൊടുക്കുക. ഇനി മിഡിൽ ഫിംഗറിൽ മുകളിലോട്ടായിട്ട് ലൈൻ വരച്ചു കൊടുത്ത ശേഷം അതിൻ്റെ എൻഡിലായിട്ട് ഒരു മൂൺ വരച്ചു കൊടുത്തിട്ട് ലൈനിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അതേ ഫിംഗറിൻ്റെ തന്നെ താഴോട്ടായിട്ടും ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനൊരു ഷേപ്പ് എൻഡിലായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈനിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ 4 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഓരോ ഡോട്ട്സും മുകളിലോട്ടായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന സ്പേസിൽ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത സ്റ്റാറിന് താഴെ വീണ്ടും ഇത്തിരി കൂടെ വലിപ്പം ലൈനിന് കൂട്ടി കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു 3 വരച്ചെടുക്കുക. ഇനി ഫിംഗറിൽ വീണ്ടും ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിലൊന്ന് ഡോട്ട്സ് ഇട്ടെടുക്കുക. ഇനി അടുത്തൊരു 3ൻ്റെ താഴെ ഇത്തിരി കൂടെ വലിപ്പം കൂട്ടി കൊടുത്തിട്ട് എൻഡിലായിട്ട് ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈനിലായിട്ട് ഒരു ഡോട്ടും ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി വരുന്ന ഫിംഗേഴ്സിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തീരാനായ മെഹന്തി വെച്ചിട്ട് ഇതുപോലൊന്ന് 3 സ്റ്റാർ മാത്രമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു കുഞ്ഞു ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇനി ലീവ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള ഡിസൈൻസ്. സിമ്പിളായി തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈൻസാണ്. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.